ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ചലഞ്ചുമായിട്ട്. അമ്മൂട്ടി, മനസ്സിലായി കാണും. പറ അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? ടീച്ചറും സ്റ്റുഡന്റും. കുട്ടി ഇവിടെ വന്നിരിക്കൂ. ഇവിടെ ഇപ്പഴേ ക്യാരക്ടറിലേക്ക് കയറി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അത് നമ്മൾ ബാക്ക് ക്യാനിങ് ചലഞ്ചും അതുപോലെ നമ്മുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് കിട്ടിയ അടിയുടെ ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റോറി ഒക്കെ ആയിട്ട് പറഞ്ഞപ്പോഴത്തേന് എന്താ പിന്നെ നിങ്ങൾ ടീച്ചറും കുട്ടിയായിട്ട് ഒരു ബാക്ക് ക്യാനിങ് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മൂട്ടി വിചാരിച്ചു എന്നാ പിന്നെ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. കുട്ടിക്കാലത്ത് 90 കിഡ്സിനൊക്കെ കറക്റ്റ് ആണ്, നമുക്കൊക്കെ കറക്റ്റ് ആണ്. കുട്ടിക്കാലത്തൊക്കെ ശരിക്കും ടീച്ചറും കുട്ടിയും കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നീ കളിച്ചിട്ടുണ്ടോ ചെറുപ്പത്തില്? ഇപ്പോഴത്തെ കുട്ടികളൊന്നും കളിക്കലൊന്നുമില്ല. ഇപ്പൊ എല്ലാരും മൊബൈലിലാണല്ലോ ഗെയിംസ്. പക്ഷെ പണ്ട കാലഘട്ടത്തിൽ നമുക്കുള്ള കളി മണ്ണുവാരി കളിക്കല്, ടീച്ചറും കുട്ടിയും കളിക്കല്. ടീച്ചറും കുട്ടിയും കളിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അടി കൊടുക്കുക. അടി കൊടുക്കുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ഹരം ഉണ്ടല്ലോ, അന്തഹരമാണ് ഇന്ന വീഡിയോയില് നമ്മൾ പ്രയോജനകരമാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിന് ഏറ്റവും വലിയ പണി അവസരമാണ്. കുട്ടിയായിട്ട് ഞാനും ടീച്ചറായിട്ട് അമ്മൂട്ടിയാണ്. അമ്മൂട്ടി ഓൾറെഡി ടീച്ചറായിട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് അമ്മൂട്ടിക്ക് നല്ല രീതിയിലുണ്ട്. സ്കൂൾ ലൈഫിൽ എനിക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഞാനും അങ്ങ് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അമ്മൂട്ടിയുടെ ടീച്ചിങ് ടൈമില് കുട്ടികളുമായിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ വീണ്ടും ഷെയർ ചെയ്യാൻ അമ്മൂട്ടിക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അമ്മൂട്ടി, നിന്റെ ടീച്ചിങ് ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ക്ലാസ് വരെയാണ് പഠിപ്പിച്ചത്? ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. എന്നിട്ട് LKG, UKG, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഫോർത്ത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികള്? വളരെ നല്ല നല്ല കുട്ടികളായിരുന്നു. അടി കൊടുക്കുമായിരുന്നു നീ? അടി കൊടുക്കാന് ഇല്ല, പിള്ളേരല്ലേ, അവരടി കൊടുത്തു. വഴക്ക് പറയായിരുന്നോ? വഴക്കൊക്കെ പറയും. അത് ഞാൻ വെളിനാട്ടിലാണ് പഠിപ്പിച്ചത്. അന്ന് എനിക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു. അതിന്റേതായിട്ടുള്ള അതെ, അതായിരുന്നു എന്റെ സ്ഥിതി. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാലും ഇത് ഏത് ഭാഷയിൽ അടിക്കണം എന്നുള്ള ഡൗട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മൂട്ടി ശരിക്കും ടീച്ചിങ് ഫീൽഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അമ്മൂട്ടിക്ക് ഇന്ന് എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് അവസരം ഞാൻ തന്നിരിക്കുകയാണ്. നിങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ടീച്ചറും കുട്ടിയും കളിയിലേക്ക് പോവാം അല്ലെ? കുട്ടി ഇവിടെ റെഡിയാണ്, ടീച്ചർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്കൂൾ ഒരു ആംബിയൻസ് മാത്രം റെഡിയാക്കാനുണ്ട്. അപ്പം അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്താലോ. അപ്പം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് നമ്മൾ 2 കസേര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടിയും ഒരു ടീച്ചറും. അതെ, ഒരു കുട്ടിയും ഒരു ടീച്ചറും. ബാക്കിയെല്ലാം സങ്കല്പം മാത്രം അല്ലെ, സങ്കല്പം മാത്രത്തിലുള്ളതാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണുക. അപ്പൊ നമുക്ക് ടീച്ചറും കുട്ടിക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിമിതമായ സാഹചര്യത്തിലുള്ള ക്ലാസ് റൂമാണ്. നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് റെഡിയാക്കാം. അവിടെ ഒരു സിറ്റിംഗ് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ ഒരു കസേര. ഒരുപാട് അങ്ങനെ പോകരുത്, കുറച്ച്. യെസ്, കുട്ടി ഇരിക്കുന്ന ഏരിയ ദാ ഇവിടെയാണ് കേട്ടോ. ടീച്ചറും റെഡിയാണ്, അപ്പം ക്ലാസ് റൂമും റെഡിയാണ്. അപ്പം കുട്ടി റെഡിയാവാൻ കുറച്ച് താമസം എടുക്കും. മടിയനായ കുട്ടി, കുരുത്തം കെട്ടതായിട്ടുള്ള കുട്ടി, കുട്ടിക്ക് അടി മേടിച്ച് കൂട്ടുക എന്നതാണ് ഈ കുട്ടിയുടെ മെയിനായിട്ട് ഉദ്ദേശം. പക്ഷെ അടി തരാതിരിക്കാൻ ടീച്ചർ ശ്രദ്ധിക്കണം. അല്ല, കുട്ടി നന്നായ ടീച്ചർ നന്നാവും. അങ്ങനെയാണല്ലേ? കുട്ടി നന്നായിട്ട് ഇന്ന് അടി മേടിക്കാതെ പോകുന്നതാണ്. അപ്പൊ പെട്ടെന്ന് പരിപാടിയെങ്കിൽ പെട്ടെന്ന് പണിയടിച്ച് ജനഗണമന പാടി പരിപാടി അവസാനിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ബാക്ക് ഹാനിങ് ചലഞ്ച്, നമ്മുടെ ടീച്ചറും കുട്ടിയായിട്ടുള്ള ഗെയിം ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം അപ്പോ സ്റ്റേജ് നമ്പർ 1 പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മൂട്ടിയാണ്. ടീച്ചറായിട്ട് കം ടു ദ സ്റ്റേജ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ഇന്നലെ പഠിപ്പിച്ചൊക്കെ പഠിച്ചോ? എല്ലാരും വന്നോ? ടീച്ചർ മേ ഐ കം ഇൻ ടീച്ചർ? വന്നല്ലോ മണവാളെ. എന്താ താമസിച്ചേ? ടീച്ചർ 10-15 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. ടീച്ചർ എന്നും സ്ഥിരമായിട്ട് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. നിനക്ക് എന്നെ പേടിയുണ്ടോ? ഇങ്ങോട്ട് തിരി. ടീച്ചറെ എന്തിനാ ടീച്ചറെ എന്നും ഇങ്ങനെ അടിക്കാം? ടീച്ചർ ടീച്ചറെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അടിക്കും. ടീച്ചറെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു വീട്ടിലാണോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല.
രാവിലെ തന്നെ എന്തിനാ ടീച്ചർ ഇങ്ങനെ അടിക്കണം? കുട്ടി എന്തിനാ കരയുന്നേ? പിന്നെ അടി വരുമ്പോഴത്തേനും പിന്നെ ഞാൻ ചിരിച്ചോണ്ടിരിക്കണം. ടീച്ചറെ കഷ്ടം. നീ എന്നോട് ചൂടാവാനായോ? ആരാ ഇരിക്കാൻ പറഞ്ഞേ? ക്ലാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണ്ടേ? ഞാൻ പറഞ്ഞു താമസിച്ച് വന്നിട്ട് എന്നോട് ചോദിക്കാതെ ഇരിക്കുന്നോ? അതെന്തിനാ അവിടെ വെച്ചിട്ടേ? ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനിക്കൂലേ? എല്ലാരും നോക്കുന്ന ടീച്ചർ ഇരിക്കാനും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നു ടീച്ചറെ ഞാൻ മടുത്തു. എന്നാ ഇരിക്ക്. ടീച്ചർ പറയുമ്പോഴേ കുട്ടി ഇരിക്കാവൂ. എന്നാ ടീച്ചർ ഇരുന്നോ? ടീച്ചർ ഇരുന്നോ? ഹലോ, എന്തുണ്ട് വിശേഷം? അല്ല, യൂണിഫോം എന്താ കുട്ടി ഇടാത്തെ? അല്ല ടീച്ചറെ, എന്നും യൂണിഫോം അല്ല, ഇന്നൊന്ന് ചേഞ്ച് ആക്കാന്ന് വിചാരിച്ചു ടീച്ചർ. അതാ ഇവനെയും കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ടീച്ചർ എന്ത് നല്ല ലുക്ക് അല്ലേ? ടീച്ചർ യൂണിഫോം അല്ലല്ലോ. ഞാൻ യൂണിഫോം, എനിക്ക് എന്റെ യൂണിഫോം ഇതാണ്. ഇവരെല്ലാരും യൂണിഫോം, ഞാൻ മാത്രം വെറൈറ്റി ആയിരുന്നു. നിന്നോട് പറഞ്ഞ കാര്യമില്ല. തിരി തിരി ചീപ്പ് വെച്ചോണ്ട് കാര്യമാണ് സിനിമ. ടീച്ചറുടെ അടി എനിക്ക് ചീപ്പിലെ കൊണ്ടത്. അതിനാണ് ഈ ഒരുങ്ങുന്നത്. അല്ല, അടിയുള്ളവർ വേദനിച്ചില്ല, അതുകൊണ്ട് വേദനിച്ചില്ല. ചീപ്പ് ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തഴമ്പ് പിടിച്ചു കൊണ്ടി. ഓക്കെ, ഇന്നെല്ലാരും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ? അറ്റൻഡൻസ് വിളിക്കുവാണേ. അല്ലെങ്കിൽ എന്തുണ്ട്? ആരാ അവിടെ ബഹളം വെക്കുന്നേ? ടീച്ചറെ സുഖാണോന്നൊക്കെ ചോദിച്ചതാ. 2 ദിവസമായില്ലേ കണ്ടിട്ട്. ആര്? ഞങ്ങളമ്മി. നീ വർത്താനം പറയാനാണോ വന്നത്? ഈ ടീച്ചറിന് ഇതിന്റെ ഒന്നും വൈബ് അറിയില്ല. അന്ന് എണീറ്റേക്ക്. എന്റെ ദൈവമേ, ഇതെന്താ? തിരിയേക്ക്. എന്താ അടി? വരുന്നതും താമസിച്ച്, യൂണിഫോം ഇടൂല്ല, ഇരിക്കുന്നവനൊട്ട് ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും. എന്തൊരു കഷ്ടമാണ് എന്റെ ദൈവം. നീ പഠിക്കാൻ തന്നെയാണോ കുട്ടി വരുന്നത്? ടീച്ചറിന്റെ പേരെന്താ? എന്റെ പേര് അറിഞ്ഞിട്ടെന്താ? വിനയാന്നല്ലേ? ഒരു വിനയം പോലും. എന്റെ ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ടീച്ചറിന്റെ പേര് വിനയാന്നും ഒരു വിനയം ഇല്ലാത്ത പരിപാടിയാണ്. ആ ഓക്കെ, കുട്ടി ഇവിടെ ഇന്നലെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇന്നലെ എന്താ കുട്ടികൾ പഠിപ്പിച്ചത്? പക്ഷെ ഇന്നലെ എന്താ കുട്ടി പഠിപ്പിച്ചത്? എല്ലാം കണക്കാണല്ലോ. എന്നിട്ട് ഇനി പറയൂ, ഇന്നലെ എന്താ ഞാൻ പഠിപ്പിച്ചത്? ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോംവർക്ക് എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഹോംവർക്ക് ചെയ്യാത്തവരല്ലേ എണീറ്റ്? ഇന്ന് എല്ലാത്തിനും ഞാൻ തരുന്നുണ്ട്. ഇങ്ങോട്ട് ഹോംവർക്ക് ചെയ്തു ടീച്ചർ. ആണോ? അന്ന് ഇത് നേരത്തെ പറഞ്ഞാ പോരെ? ചെയ്തില്ലായിരുന്നു ടീച്ചർ. എന്താ ഞാൻ ചെയ്യാ? നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വല്ല വാഴകൃഷി നടത്തിയാൽ മതിയായിരുന്നു. എന്താ കാണിച്ചത്? അത് നല്ലൊരു തീരുമാനം. ഇവിടെ വന്നേക്ക്. നല്ല ടീച്ചർ അടിക്കാനാണോ? അല്ല, ഒരു നാണവും ഇല്ലല്ലോ ഈശ്വര. അല്ല, ടീച്ചർ ഈ പണിക്ക് പോകുന്നതിനുള്ള വാഴകൃഷി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനമാണെന്ന് പറഞ്ഞതാ. നിന്നെയൊക്കെ വളർത്തിയ സമയത്ത് അതന്നെയാ എനിക്കും പറയാനുള്ളത്. ഇരുന്നോട്ടെ. ഇരിക്ക്, അതിങ്ങനെ കാല് കഴിക്കാതിരിക്കട്ടെ. ഇന്നലെ ഞാന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഹലോ, ഇത് ഞാൻ ആരോടാ പറയുന്നേ? ഇവരോടല്ലേ. അപ്പൊ കുട്ടി എന്തിനാ വന്നേക്കുന്നേ? ഞാൻ പ്രകൃതി ആസ്വദിക്കാൻ ടീച്ചർ. എന്നാ പ്രകൃതിനെ പറ്റി 2 വാക്ക് പറ. ആസ്വദിക്കുവല്ലേ? 2 വാക്ക് പറ. അതെന്താ പ്രകൃതിയോ? ചോദിച്ചേ എന്താ പറയണ്ടെന്ന്. അവനോ പഠിക്കുന്നില്ല. പ്രകൃതി നമ്മുടെ അമ്മയാണ്. പ്രകൃതി നമ്മുടെ ജീവവായുവാണ്. പ്രകൃതിയെ കണ്ടാൽ നമ്മുടെ സൗന്ദര്യം നിറഞ്ഞ ഒരു ഭൂമിയാണ്. ആ ഭൂമിയെ ഒരു പ്രകൃതിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി എന്നും പ്രകൃതിയായിട്ട് തന്നെയാണ് ഈ ഭൂമിയിലുള്ളത്. ആ പ്രകൃതിയെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഭംഗി എനിക്ക് ചിലപ്പോ ടീച്ചറിന്റെ മുഖത്ത് കാണാറുണ്ട്. നല്ലൊരു ശോഭയാർന്ന മുഖമാണ്. ടീച്ചർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മയുള്ള ഒരു മരമാണ് നമ്മുടെ ടീച്ചർ.
സ്നേഹത്തിനും സാഹോദര്യത്തിനും നമ്മളെ എന്നും മതി പുകഴ്ത്തിയാ മതി. അങ്ങനെയൊക്കെ പുകഴ്ത്തിയാതെ ഇതിനെയൊക്കെ ഓക്കെ. ഞാൻ എക്സാം പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ അടങ്ങി ഇരുത്തോണം. തിനു എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എക്സാം പേപ്പർ ഇവരൊക്കെ പാസ്സാവൂലോ? ആ അപ്പൊ നിനക്കറിയാം നീ ഞാൻ പാസ്സാവും. എത്ര മാർക്ക്? ഇവരൊക്കെ എന്നെ നോക്കിയാണല്ലോ എഴുതിയേ. ആ വെറുതെ അല്ല എല്ലാം തോറ്റത്. എന്റെ കോൺഫിഡൻസ് അല്ല ടീച്ചർ, എന്റെ അഹങ്കാരമാണ്. എക്സാം പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം. തെറ്റിയത് 5 വേണം. തെറ്റിയത് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം. ഓക്കെ. എന്നിട്ട് പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. അതന്നെ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്. ടീച്ചറെ എണീറ്റ് അങ്ങോട്ട്. ടീച്ചറിനെ കമന്റ് പറയാനായോ? തിരിഞ്ഞെ ടീച്ചറിനെ കമന്റ് പറയാനായോ? ഇതന്നെ ചിരി. ടീച്ചർ അടിയൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ കേൾക്കുന്നില്ല. ഓ ഞാൻ എക്സാം പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുകയാണ്. ടീനു ഓയ് ടീച്ചർ കുറച്ചു നേരം ഞാനേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അടുത്ത ബാറ്റിംഗ് എന്റെ അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എപ്പോഴാണ് ടീച്ചറിന്റെ ഇത് വന്നത്? ടീച്ചർ ഞാൻ എന്റെ ബുക്ക് എടുത്തതല്ലേ ടീച്ചർ? ഞാൻ എക്സാം പേപ്പർ തരാനല്ലേ നിന്നത്. ആ ശരിയാണല്ലോ, ഞാനത് ബുക്ക് എടുക്കുന്നേ. ആ ശരി കാണിക്കും. എന്ത് എക്സാം പേപ്പർ? ഓ ഇവനൊന്നും നന്നാവുന്ന ലക്ഷണമില്ല. എന്താ ടീച്ചർ പാസ്സായി കാണുമല്ലോ? പാസ്സാവാനോ? എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ? 70 ഒരു 21 ഇല്ല 20 ഒരു 19.75. പിന്നെ അത്രയും പഠിച്ച് പാസ്സാവാൻ ഇതെന്തോന്ന്? എത്രയായി പറ? എന്തായാലും പേപ്പർ പിടിക്കും. നീ നിനക്ക് എത്ര മാർക്കുണ്ട്? അര. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്? ഇവിടെ. ഓക്കെ ഇത് നാളെ വരുമ്പോൾ 100 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. 100 പ്രാവശ്യം എഴുതാൻ പറ്റത്തില്ല എന്റെ പൊന്നു ടീച്ചറെ. വേണമെങ്കിൽ 5 വട്ടം എഴുതാം. എനിക്ക് വേണ്ടി പഠിക്കുന്ന പോലെയാണല്ലോ. IPL തുടങ്ങും, ഇന്നോട്ട് കളി കാണാം. 100 വട്ടം ഒന്നും എഴുതാൻ പറ്റത്തില്ല ടീച്ചർ. കുട്ടി എന്തിനാ വരുന്നത്? ജീവിക്കാൻ. എഴുതാൻ പറ്റൂല്ലയോ നാളെ? ടീച്ചർ 100 പ്രാവശ്യം ഒന്നും എഴുതാൻ സമയമില്ല, കളി തുടങ്ങും ഇന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ തല്ലിയിട്ട് വടി വരെ ഒടിഞ്ഞു പോകുമല്ലോ. ചാക്ക് പോലെയുള്ള അടി അടിക്കുന്നത്. പിന്നെ പഠിക്കാനല്ലേ വരുന്നത്? നീ പിടിച്ചോളാം. ടീച്ചറിന്റെ പേര് വിനയാന്ന് ഒരു വിനയില്ലാത്ത പരിപാടി. ഓഹോ ഇത് വിറ്റായി. അപ്പൊ നിനക്ക് പേപ്പർ ഒന്നും വേണ്ടേ? ടീച്ചറെ അവൻ എനിക്ക് വേണ്ടി 100 വട്ടം എഴുതിക്കോളും. അപ്പൊ നിനക്ക് പഠിക്കണ്ട. നിനക്ക് പഠിക്കണ്ട അല്ലേ? നിനക്ക് പഠിക്കണോ? അത് മേടിച്ചേ. നീ എനിക്ക് എഴുതിക്കൊണ്ട് വന്നാ മതി കേട്ടോ. കേട്ടോടാ ഇവിടെ വന്നിട്ട്. ഓക്കെ എക്സാം പേപ്പർ മടക്കി വെച്ചോളൂ. ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കും. കേട്ടോ? ബുക്ക് എടുത്ത് വായിക്കും. നീ ബുക്ക് എടുത്തായിരുന്നോ? ആരും കാര്യം നോക്കണ്ട, അവനോന്റെ കാര്യം നോക്കുക. ടീച്ചറിന്റെ ബുക്ക് കാണുന്നില്ല ടീച്ചറെ വായിക്കാൻ. ആഹാ നീ എന്തിനാ വരുന്നത്? ബുക്കില്ല അല്ലേ? ബുക്കിൽ കൊണ്ടുവരാത്തവരൊക്കെ എണീറ്റല്ലേ? ഒരു നാണവും ഇല്ല. ടീച്ചറെ പൊതി കൊണ്ടുവരാനായി ബാഗ് ഒന്നും ഇട്ടേക്കുന്നത്. ചോറ് കൊണ്ടുവരാനാ? ചോറ് തിന്നുക, ഒച്ചബെല്ലടിക്കുന്ന സമയം നോക്കുക, വീട്ടിൽ പോകുന്ന സമയം നോക്കുക. ഇതല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു പണിയും ഇല്ല. ഒരു നാണവും ഇല്ലല്ലോ ഈശ്വരാ. ഓക്കെ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്ത കാര്യം ഒന്നുകൂടെ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും പഠിച്ചു ഇല്ലെന്ന് എനിക്കറിയണം. ടീച്ചർ ഒരു മിനിറ്റ് പുറത്ത് പോയിട്ടോട്ടെ. എന്തിനാ? പോ. എന്റെ ദൈവമേ ഇവരെയൊക്കെ എന്നോത്തിനെ. ഇതെന്നാ വായിക്കാത്ത? അത്
കടയിലൊന്നും പോയിട്ടില്ല. പറയാതെ കടയിൽ പോയി അല്ലേ? വരുന്ന വഴിക്ക് ക്യാൻറ്റീനിലേക്ക് പറയാതെ കടയിൽ പോയി. ക്യാൻറ്റീനിലേക്ക് ഒന്ന് പോയതാ. എന്തിന്? വെള്ളം കുടിക്കാൻ. ഈ ക്ലാസ് എന്താ ചവയ്ക്കുന്നത്? ബോർഡ്. ക്ലാസ്സിൽ അലൗഡല്ല എന്താ അറിയത്തില്ലേ? തുപ്പിക്കളാ ക്ലാസ്സിലാണോ തുപ്പുന്നത്? പിന്നെ എവിടെ തുപ്പണ്ടേ? പുറത്തു പോയി തുപ്പിട്ടോ. ഇനി അരമണിക്കൂർ എടുക്കുന്നുണ്ടോ ഇതിന്? ഓക്കെ. ഇന്നലെ എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയായിരുന്നു. ഹലോ, ഇവിടെ ചിലവർക്ക് അഫെയർ ഒക്കെ ഉണ്ടെന്ന്. ആർക്ക് കത്ത് കൊടുത്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിനി ഞാൻ പേര് വിളിച്ച് പറയണ്ടല്ലോ. എണീറ്റ് നിന്നെ. ഇവിടെ ആരിപ്പം ഞാൻ വിളിച്ചു പറയണോ അതോ രക്ഷിതാക്കളെ വിളിച്ചു പറയണോ? അറിയാം. ആരും കൊടുത്തിട്ടില്ല ടീച്ചർ. ആരും കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ കുട്ടി എണീറ്റ് എന്തിനാ? ഞാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാ. അതന്നെ തിരി. ഇവിടെ പ്രേമിക്കാൻ വരരുത് കേട്ടോ, പഠിക്കാൻ വരണം. ഒരു ലവ് ലെറ്റർ അല്ല ടീച്ചർ. ലവ് ലെറ്റർ നിനക്ക് ഇച്ചിരി കളി കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രെസ്സൊക്കെ അതിന്റെ റീപ്ലൈ അറിയാൻ വേണ്ടിട്ട്. ഒന്നാ കുട്ടി പഠിക്കുന്നില്ല, താമസിച്ച് വരുന്നു. അടുത്ത് ഇരിക്കുന്നവരോ പഠിക്കുന്നില്ല, അവനും കൂടെ ഉഴപ്പിക്കുന്നു. ലവ് ലെറ്റർ കൊടുക്കുന്നു, കടയിൽ പോകുന്നു, തിന്നാനായിട്ട് വരുന്നു, ബുക്കില്ല, പേനയില്ല, പേപ്പർ ഇല്ല. എക്സാമിന് തോറ്റു ടീച്ചർ. അത് പറഞ്ഞില്ല. അതന്നെ അതും തോറ്റു. ടീച്ചർ ഒരുപാട് കാലത്തിന് ശേഷം ടീച്ചറിനെ കാണുമ്പോ ഈ പഠിപ്പിസ്റ്റുകളൊന്നും ടീച്ചറിനെ കാണാൻ ചിലപ്പോൾ മിണ്ടണമെന്നില്ല. നമ്മളെ പോലെയുള്ള ബാക്ക് ബെഞ്ചേഴ്സും കുറ്റം കെട്ടവരൊക്കെ ടീച്ചറിനെ കണ്ടാൽ മിണ്ടത്തുള്ളൂ. നീയൊക്കെ എന്നോട് മിണ്ടുവോ? അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. വെരി ഗുഡ്. എല്ലാത്തിനും റിയാക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോന്ന് ഇത്? എനിക്ക് കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേട്ടോ. പോയിന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ല അടി. തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? തലകുത്തി നിന്നാ വലുതാകുന്ന ക്ലൂ ഉണ്ടോ ടീച്ചർ? ക്ലൂ 1, 2, 3, 4, 5, 6. 1-നും 10-നും ഇടയ്ക്കുള്ള ഇതാണ്. തലകുത്തിയ 3. അതെങ്ങനെ 3 ആവും? ഞാനൊക്കെ പറഞ്ഞ അങ്ങനെ ആവണ്ട കേട്ടോ. ഏറ്റവും വിശപ്പുള്ള രാജ്യം? ഹംഗറി. വെരി ഗുഡ്. ഓക്കെ. ഏറ്റവും മഴയുള്ള രാജ്യം? മഴയുള്ള രാജ്യം ഓസ്ട്രേലിയ. അതെങ്ങനെ ഓസ്ട്രേലിയ ആവും? അല്ല, തിരിയൂ. ഓസ്ട്രേലിയ ആണ് ഞാൻ പഠിപ്പിച്ചത്. ബഹ്റൈൻ അല്ലേ? ബഹ്റൈൻ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം? നോർവേ. നോർവേയോ? തിരക്കുള്ള റഷ്യ. അതെങ്ങനെ റഷ്യ? എനിക്കറിയില്ല. അർജന്റീന. അർജന്റീന. അർജൻ. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം? കലണ്ടറിൽ കാണപ്പെടുന്ന പഴം? ആലിപ്പഴം. അതെങ്ങനെ ആലിപ്പഴം? ആലിപ്പഴമാണോ കലണ്ടറിൽ കാണുന്നത്? ഡേറ്റ്സ് അല്ലേ? ഡേറ്റ്സ്. മറന്നുപോയി ടീച്ചറെ. അതെന്ത് പരിപാടിയാ? സോറി ടീച്ചർ. പോലീസുകാർ ഒറ്റക്കായി നിൽക്കുന്നത് എപ്പോൾ? പരേഡിന്. പാന്റ് ഇടുമ്പോൾ. അപ്പൊ നിങ്ങളോ? ടീച്ചർ തല്ലുമ്പോൾ. ഇപ്പോഴും നിൽക്കും. ഓക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇരുന്നോളൂ. കഴിഞ്ഞോ? കഴിഞ്ഞ ടീച്ചർ. ഞാൻ എന്നാ പോവാ ടീച്ചർ. നാളെ ഞാൻ അവധിയായിരിക്കും കേട്ടോ. ഇത്രയും തല്ലിയതുകൊണ്ടോ? നാളെ ഞാൻ അവധിയായിരുന്നു. ഇന്നലെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ടീച്ചർ വല്യമ്മക്ക് സുഖമില്ലായിരുന്നു ടീച്ചർ. വല്യമ്മയ്ക്ക് എന്നാ പറ്റിയേ? വല്യമ്മക്ക് സുഖമില്ലായിരുന്നു. വല്യമ്മയ്ക്ക് സുഖം എന്നാ സുഖക്കേട്? വല്യമ്മക്ക് സുഖമില്ല. ഇന്നലെ സുഖമില്ലായിരുന്നു. ഇനിയിപ്പോ നാളെ എങ്ങനെയാവും? നീ കഴിഞ്ഞ ലെറ്ററിന് തന്നത് വല്യമ്മ മരിച്ചെന്നാണല്ലോ. ഇത് വേറെ വല്യമ്മ. ഇതാരാ വല്യമ്മ? വയ്യാണ്ട് കിടക്കുക. നാളെ ഇപ്പൊ എന്താവും അറിയത്തില്ല. അതുകൊണ്ട് നാളെ ഞാൻ ലീവ് ആയിരിക്കും ടീച്ചർ. മുൻപേ അങ്ങനെ ഇപ്പോൾ ലീവ് ആവണ്ട. നമുക്ക് ക്ലാസ് വിട്ടാലേ ടീച്ചർ?
ഇതിനാണോ വന്നത്? ടെൻഷൻ നിന്ന് ടീച്ചർ, ബൈ ടീച്ചർ, നാളെ വരാം ടീച്ചർ. എന്നാ ജനാണനെ പാടും. ആ കഴിഞ്ഞു. അങ്ങനെ ടീച്ചറും കുട്ടിയും ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മൂട്ടി? നീ മാക്സിമം മുതലാക്കിയല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? ടീച്ചർക്ക് തന്നെ അറിയില്ല ഗൈസ്. അതെ, ടീച്ചർക്ക് തന്നെ ഐഡിയ ഒന്നും കിട്ടിയില്ല, എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. മൊത്തം കിളിമാറിയിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട സ്റ്റുഡന്റ് ഞാൻ ആദ്യമായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ടീച്ചർക്ക് കിട്ടരുത്, ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റിനെ. അപ്പൊ ഞാൻ ശരിക്കും ഏകദേശം ഇതുപോലെയൊക്കെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിലൊരു 30% സ്കൂൾ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളും ഇതുപോലെ തല്ല് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ ഒരു ചലഞ്ച് നമ്മളൊരു ഗെയിമായിട്ടും ആണ് ചെയ്ത് കേട്ടോ. ജസ്റ്റ് ഒരു ഗെയിം, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു അഭിനയം എന്ന രീതിയിൽ. പക്ഷെ അടി മാത്രം അത് ഇച്ചിരി കൂടി. പക്ഷെ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഉള്ളതും അതുപോലെ തന്നെ നല്ലതാ ജീൻസ് ടൈപ്പ് പാന്റാണ് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ അത് മനസ്സിലാക്കി ഞാൻ അതങ്ങ് നേരത്തെ മുൻകൂട്ടി ചെയ്തതാണ്. കുട്ടിക്ക് നേരത്തെ മനസ്സിലായി ടീച്ചറിന്റെ നിന്ന് അടി മേടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കുട്ടി പ്രിപ്പറേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ആയി. അടി മേടിക്കുമ്പോഴും ഇവര് നമുക്ക് ഈ ഒരു ചലഞ്ച് തരുവാണെങ്കിലും നമ്മളതൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഞങ്ങൾ മനസ്സിലാക്കി. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തപ്പോ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നല്ല ജീൻസിന്റെ പാന്റൊക്കെ ആണ് ഇട്ടിട്ട് ചിലതൊക്കെ നല്ല പാങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓഹോ, അതൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. എനിവേ, നല്ല നല്ല ചലഞ്ച് വീഡിയോസും നല്ല നല്ല കണ്ടന്റും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നമ്മളോട് ഒരാളോട് ചോദിച്ചിട്ടുണ്ട് പണിഷ്മെന്റ് വീഡിയോയുടെ സ്റ്റോറി എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എന്നൊക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ ഈ ഒരു വീഡിയോ കമന്റ് ചെയ്ത എല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവാ. മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.